ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചീനമുളക് വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ചീനമുളക്. അപ്പോൾ ചീനമുളക് പല വിധത്തിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് ഒരു വെളുപ്പമല്ല, ഒരു മഞ്ഞ, ഒരു പച്ചയൊന്നും അല്ലാത്തൊരു സൈസാട്ടോ ഈ മുളക് കണ്ടില്ലേ. പിന്നെ അതുപോലെ ഇതാ നമ്മളെ കാന്താരി, ഇത് ചീനമുളകാട്ടോ. കാന്താരി മുളക് എന്ന് പറയുമ്പോൾ ഒരു ചെറുത് ഇതാ ഇതിലേറെ കുറച്ചുകൂടി ചെറുതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ചീനമുളകിൽ പെട്ടിട്ടുള്ള മുളകാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് അച്ചാർ തയ്യാറാക്കാൻ നോക്കണം കേട്ടോ. അതുപോലെ കുറച്ച് നമ്മൾ വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ടാണ് തയ്യാറാക്കണത്. ബാക്കി എന്തൊക്കെയാണ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സാധനം ഇതാ കുറച്ച് ഉലുവ വേണം, ഉപ്പ് ആവശ്യത്തിന് വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി. നമ്മൾ മുളക് കൊണ്ടാണ് അച്ചാർ ഇടുന്നതെങ്കിലും കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിനാഗിരിക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ പുളിവെള്ളം നമ്മൾ കണ്ടില്ലേ, ഇത് നന്നായി പിഴിഞ്ഞിട്ടൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ കുറച്ച് ഹെൽത്തി ആണെന്ന് പറയാം. അച്ചാർ പൊതുവെ ഹെൽത്തി അല്ല, പക്ഷേ ഇത് അങ്ങനെ പറയാൻ കാരണം നമ്മൾ പുളിവെള്ളം ചേർത്തത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചീനമുളക്, വെളുത്തുള്ളി എന്നൊക്കെ പറയാൻ നമ്മളെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഔഷധം ഈ ചീനമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കാപ്സിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിറ്റാമിനാണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ BP, കൊളസ്ട്രോള് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നല്ല കൊളസ്ട്രോളിനെ നിലനിർത്താൻ ഈ ചീനമുളകിന് നല്ല കഴിവുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ചീനമുളക് കഴിച്ചാൽ ഒരു 2 എണ്ണം വീതം ഒരു ദിവസം കഴിക്കാൻ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിക്കും ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ. ഗ്യാസിനെ കൺട്രോൾ ചെയ്യാം, നമ്മളെ BP ഇതുപോലെ തന്നെ കൊളസ്ട്രോൾ എന്ന കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മളെ ചീനമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ എണ്ണേൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ആളുകൾ എണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ. ആദ്യം നമ്മൾ വറവിട്ടിട്ടാണ് ഇത് തയ്യാറാക്കാൻ നോക്കണത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുകൊക്കെ പൊട്ടി വന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളി വറുത്തെടുക്കാൻ കാരണം ഇതിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം വറുത്തെടുക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയി വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറണം കേട്ടോ, അല്ലെങ്കിൽ ഇതാകെ പൊട്ടിത്തെറിക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഈ വെളുത്തുള്ളീൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാസ് ഓണാക്കിയിരുന്നില്ല കേട്ടോ, ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളി വെള്ളമില്ലേ അത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ട് വരുമ്പോഴേ നമ്മളതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുള്ളൂ. അതിൻ്റെ മുമ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഉലുവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത ഈ പുളി ഒന്ന് എന്താ പറയുക വറ്റിയിട്ട് വരുമ്പോഴേ ഒന്ന് ചാറ് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീനമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് ഇതുപോലെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിലേക്ക് പുളിയും ഉപ്പും മുളകൊക്കെ മുളകിൻ്റെ എരിവൊക്കെ നന്നായിട്ട് നമ്മളെ ചാറിലേക്കും അതുപോലെ ചാറിന്ന് മുളകിലേക്കൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ അച്ചാർ തയ്യാറാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആൾന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും കേട്ടോ.
പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പുളി ഉപ്പൊക്കെ മുളകിലേക്ക് പിടിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടിയും പറയട്ടെ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. മറന്നു പോകരുത് കേട്ടോ ആരും. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ അച്ചാർ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. മുളക് നന്നായിട്ട് ഇതിലൊക്കെ ചാറൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മുളകിനൊരു ചുളിച്ചിലൊക്കെ വന്നിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ശേഷം അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർക്ക് അതിൽ സൂക്ഷിക്കുക. ആവശ്യത്തിന് നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.